വസുദൈവ കുടുംബകം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കുറച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വീഡിയോ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് വേണ്ടത്. ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോസ് നല്ല സപ്പോർട്ട് തരിക. ആദ്യം നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തി അവിടുത്തെ കുറച്ച് കഥകളുമായി അവിടുത്തെ കുറച്ച് വീഡിയോസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഹായ്. അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. ഓക്കേ, നമ്മൾ പത്തനംതിട്ട ജില്ല അടൂര് തെങ്ങമം ദേശത്തു നിന്നും ഏകദേശം 100 കിലോമീറ്ററോളം യാത്ര ചെയ്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഇപ്രകാരമാണ്. തുളു സന്യാസിയായ ദിവാകരമുനിയാൽ കലിയുഗ ആരംഭത്തിൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ദിവാകരമുനി വിഷ്ണുപാദം പ്രാപിക്കുന്നതിനായി കഠിന തപസ്സനുഷ്ഠിക്കുകയും തപസ്സിൽ സന്തുഷ്ടനായ മഹാവിഷ്ണു ബാലരൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ ശിശുവിനെ കണ്ട മുനി സന്തുഷ്ടനായി. തൻ്റെ പൂജാവേളകളിൽ ആ കുമാരൻ്റെ ദർശനം തനിക്ക് നിത്യവും ലഭിക്കണമെന്ന് മുനി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ബാലൻ മുനിയുടെ സന്തത സഹചാരിയായി കൂടി. ബാലൻ പലപ്പോഴും മുനിയുടെ മുന്നിൽ പല വികൃതികൾ പ്രകടിപ്പിക്കുമായിരുന്നു. ക്രമേണ ബാലന്റെ ആ വികൃതികൾ കൂടിക്കൂടി വന്നു. ഒരിക്കൽ മുനി ധ്യാനരഹിതനായിരിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായി പൂജിച്ചിരുന്ന സാളാഗ്രാം ബാലൻ വായിക്കുള്ളിലാക്കി. സാളാഗ്രാം അശുദ്ധമാക്കിയതിൽ പെട്ടെന്ന് കോപാകുലനായ മുനി ഇടത് കൈകൊണ്ട് ബാലനെ തള്ളി മാറ്റി. മുനിയുടെ ആ പ്രവൃത്തിയിൽ വിഷമം തോന്നിയ ബാലൻ ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിൽ വരണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. ബാലൻ്റെ ആ പെട്ടെന്നുണ്ടായ വേർപിരിയലിൽ ദുഃഖിതനായ മുനി അനന്തൻ കാട് തേടി ഇങ്ങനെ യാത്ര തുടർന്നു. അതുപോലെ ദിവാകരമുനിയല്ല, വില്ലുമംഗലം സ്വാമിയായിരുന്നു അനന്തൻ കാട്ടിൽ വന്നതെന്നും ഭഗവാന്റെ ദർശനം അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്നുമുള്ള മറ്റൊരു ഐതിഹ്യം കൂടി പറയുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഗുരുവായൂരപ്പന് വില്ലുമംഗലം സ്വാമിയാർ ശംഖാഭിഷേകം നടത്തുന്ന വേളയിൽ ഗുരുവായൂരപ്പൻ സ്വാമിയുടെ പിറകിലൂടെ വന്ന് സ്വാമിയുടെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചു. ഗുരുവായൂരപ്പനാണ് തൻ്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റാഞ്ഞ സ്വാമി പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ആ ദേഷ്യത്തിൽ വില്ലുമംഗലം സ്വാമിയോരോട് പിണങ്ങി ഭഗവാൻ അനന്തൻ കാട്ടിൽ പോയതായിട്ടും മറ്റൊരു ഐതിഹ്യം പറയുന്നുണ്ട്. ദിവാകരമുനിയാണോ അല്ലെങ്കിൽ വില്ലുമംഗലം സ്വാമിയാണോ എന്ന രണ്ടഭിപ്രായം ഉണ്ടെങ്കിലും ഒരു പുലയ സ്ത്രീയുടെ സാന്നിധ്യം രണ്ട് കഥകളിലും ഒരേപോലെ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ വിട്ടുപിരിഞ്ഞ അനന്തൻകാട്ടിലേക്ക് പോയ ബാലനെ തേടി മുനി അനന്തൻകാട് തേടി യാത്ര തുടർന്നു. ആ യാത്രാവേളയിൽ വിശ്രമിക്കുന്ന വേളയിലാണ് ഒരു പുലയ സ്ത്രീ തൻ്റെ വികൃതിയായ കുഞ്ഞിനെ ശാസിക്കുന്നത് കാണാനിടയായത്. നിന്നെ ഞാൻ അനന്തൻകാട്ടിൽ കൊണ്ട് കളയും എന്ന ശാസന കേട്ട മുനി ആ സ്ത്രീയെ സമീപിക്കുകയും ആ സ്ത്രീയുടെ കൂടെ അനന്തൻകാട്ടിലേക്ക് പോവുകയും ചെയ്തു. അവിടെ അനന്തശയ്യയിൽ കിടക്കുന്ന ഭഗവാന്റെ ദർശനം ലഭിച്ചു. ശിരസംഗ് തിരുവല്ലത്തും പാദങ്ങൾ തൃപ്പാപ്പൂരും നടുഭാഗം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ക്ഷേത്രഭാഗത്ത് നമ്മുടെ ഈ കാണുന്ന ക്ഷേത്രഭാഗത്തുമാണ് ഭഗവാന്റെ നടുഭാഗം കണ്ടത്. അങ്ങനെ ഒരാൾക്ക് ദർശിക്കാൻ കഴിയാത്ത തരത്തിൽ ആ ഭഗവത് സ്വരൂപം കണ്ടപ്പോൾ ഭഗവാനോട് മുനി പ്രാർത്ഥിച്ചു. തൻ്റെ കയ്യിലുള്ള യോഗാദണ്ഡിൻ്റെ 3 ഇരട്ടി വലിപ്പത്തിൽ ഭഗവാനെ ദർശിക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കാണുന്ന വിഗ്രഹം ഈ രൂപത്തിൽ ആയത് എന്ന് ആണ് ഐതിഹ്യം. അപ്പം നമുക്ക് അകത്തേക്ക് വീഡിയോ അലോഡല്ല. അപ്പം അടുത്ത യാത്ര നമ്മൾ ഇവിടെ തൊഴുതിന് ശേഷം അടുത്ത നമുക്ക് ആറ്റുകാൽ ക്ഷേത്രത്തിലും മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് പോവാം.